സർ, ഇപ്പോൾ മകന് യോഗദണ്ഡിന്റെ സ്വർണ്ണ ചുറ്റുന്നതുമായി ബന്ധപ്പെട്ടൊരു പുതിയ വിവാദം കൂടി വന്നിട്ടുണ്ട്. താങ്കൾ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഈ യോഗദണ്ഡിൽ സ്വർണം ചുറ്റുന്നതിന് വേണ്ടി മകന് കരാർ നൽകി എന്ന തരത്തിലേക്കാണ് വരുന്നത്. അതൊരു കരാറൊന്നുമില്ല, കരാറല്ലല്ലോ അത്. ഈ യോഗദണ്ഡ് എന്താണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ആൾക്കാരിങ്ങനെ പറയുന്നത്. യോഗദണ്ഡെന്ന് പറയുന്നത് ശബരിമല തന്നെ ഇരിക്കുന്ന സാധനമാണ്, നമ്മുടെ ശ്രീകോവിലിനകത്തിരിക്കുന്ന സാധനമാണ്. ആ സമയം മാത്രമേ അത് വെളിയിലെടുക്കാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ കഥ. അല്ലാതെ അത് ഞങ്ങൾ ചെയ്തില്ലെന്നോ അല്ലെങ്കിൽ പിന്നെ ചെയ്ത കാര്യം മോശമാണെന്നോ അല്ല. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അയ്യപ്പസ്വാമിയുടെ ശരീരത്തെ ചാരി ഇരിക്കുന്ന സാധനമാണ്. അത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ചെയ്തു കൊടുത്തതാണ്. അത് അവിടെ വെച്ച് തന്നെയാണ് ചെയ്തത്. മകൻ താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു ചെയ്യാൻ. അത് മകന്റെ അല്ല, ഞങ്ങളുടെ കുടുംബം എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ ചെയ്യുന്നതാണ് സാധാരണ. ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഇവിടെ ആറന്മുള ക്ഷേത്രത്തിലെ കൊടിയേറ്റിന് കൊടി ഞങ്ങളാണ് കൊടുക്കാറുള്ളത്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് കൊടുക്കാറുള്ളത്. വിശ്വാസത്തിന്റെ കൂടി ഭാഗമായിട്ടുള്ളതാണ്. അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. ഓരോരുത്തർ ചെയ്യുന്നത് അവിടെ സ്പോൺസർമാരാണ് ചെയ്യാറുള്ളത്, അത് കരാറല്ല. ആ സ്പോൺസർഷിപ്പിന്റെ കരാറുണ്ടാവാം, എന്നുവെച്ചാൽ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു കൊടുക്കാം. യോഗദണ്ഡെന്ന് പറയുന്ന യോഗദണ്ഡ് വെളിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമല്ല. അതറിയാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ്. അങ്ങനെ യോഗദണ്ഡെന്ന് പറയുന്നത് അയ്യപ്പസ്വാമി അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തോളത്തിരിക്കുന്ന സാധനമാണ്. 11 മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ നേരം വെളുത്ത് അതിന് മുമ്പായിട്ടത് അവിടെ കാണണം. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ അത് ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ വേറെ കരാറും യോഗദണ്ഡെന്ന് പറയുന്ന വലിയ സാധനമല്ല. അതായത് മകൻ അത് സ്പോൺസർഷിപ്പിൽ ചെയ്തതാണ്, അല്ലാതെ ഏൽപ്പിച്ചതല്ല. അല്ലല്ലല്ലല്ല, അത് ദേവസ്വം ബോർഡ് എന്നുള്ള രൂപത്തിൽ അയാളെ കൊണ്ട് ചെയ്യിക്കാൻ തീരുമാനം എടുത്തു കൊടുത്തു, അത്രയേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ചെയ്തത്. അത് ആ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ മകൻ ഏറ്റെടുത്ത് ചെയ്തു, അത് ഏൽപ്പിച്ചു അല്ലെ? അത് അവിടെ വെച്ച് തന്നെയാണ്, അല്ല വാങ്ങിച്ചില്ലല്ലോ. നമുക്കങ്ങനെ കൈ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമല്ല യോഗദണ്ഡ്.